നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുബേരലക്ഷ്മി യോഗം എന്ന് കേട്ടിട്ടുണ്ടോ? അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നക്ഷത്രങ്ങൾക്ക് സിദ്ധിക്കുന്ന മഹാസൗഭാഗ്യ യോഗമാണ് കുബേരലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മിയും സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും അധിപനായ കുബേര ഭഗവാനും ഒരുപോലെ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയും സർവ വിജയവും ഉണ്ടാകുന്ന സമയമാണ് കുബേരലക്ഷ്മി യോഗ സമയം എന്ന് പറയുന്നത്. ഈശ്വര നിശ്ചയത്താൽ 6 നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 15-ാം തീയതിയോടുകൂടി കുബേരലക്ഷ്മി യോഗം വന്നു ചേരാൻ പോവുകയാണ്. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന 6 നാളുകാർ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ ഇനി നിങ്ങൾ തന്നെയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരാൻ പോവുകയാണ്. ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ആ കുബേരലക്ഷ്മി യോഗം സിദ്ധിക്കുന്ന ജീവിതത്തിൽ തലവര തെളിഞ്ഞ് ഏറ്റവും നല്ല സമയത്തിലൂടെ മുന്നേറാൻ പോകുന്ന ആ 6 നാളുകാർ ആരൊക്കെയാണ് എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒന്നടങ്കം ഭാഗ്യമാണ്. നല്ല നേരമാണ് വരാൻ പോകുന്നത്. എല്ലാം മംഗളമായി വരും എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മകം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാസൗഭാഗ്യം തേടി വരും. അതീവ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് വരാൻ പോകുന്നത്. ഇവരെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു. ഒരുപാട് നേതൃത്വങ്ങൾ, അധികാര സ്ഥാനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. പഠിക്കുന്ന മക്കളൊക്കെ മകൻകാരുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ വിദ്യാഭ്യാസ വിജയങ്ങൾ നേടും. തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കും. ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ പണം കൊയ്യും എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രയധികം നേട്ടങ്ങളാണ് മകം നക്ഷത്രത്തിന് വരാൻ പോകുന്നത്. വിദേശത്ത് പോകാനുള്ള യോഗം, അന്യനാട്ടിൽ പോയി വളരെ സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാകാനുള്ള അവസരം, ഒരുപാട് രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ പണവരവ് വർദ്ധിക്കുന്ന ഒരവസ്ഥ, സ്ഥാനമാനങ്ങൾ, പ്രമോഷന്, ഇതൊക്കെ വരുന്ന സമയമാണ് ഈ ഒരു മഹാകുബേര ലക്ഷ്മി യോഗത്തിലൂടെ ഈ നക്ഷത്രക്കാരന്, മകം നക്ഷത്രക്കാരന് വന്നു ചേരാൻ പോകുന്നത്. കാര്യവിജയമുണ്ടാകും. തൊട്ടതൊക്കെ പൊന്നാകും. ഏതിനിറങ്ങി തിരിച്ചാലും ഈശ്വര കടാക്ഷത്താൽ മകം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം വന്നു ചേരും. എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ ഈ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു 10 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഈശ്വര കൃപയാൽ എല്ലാം നന്നായി വരും മകം നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ്. കുടുംബ ജീവിതത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള പല സന്തോഷ മുഹൂർത്തങ്ങളും കൈവരും. എല്ലാം കൊണ്ടും നന്നായി വരും മകം നക്ഷത്രം. ഒന്നാമത്തെ നക്ഷത്രം, 6 നാളുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകമാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രംകാരുടെ ജീവിതത്തിൽ ഇന്ന് വരെ മന്ദീഭവിച്ച് കിടന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു മന്ദസ്ഥിതി മാറി ജീവിതത്തിൽ കുതിച്ചുയരാൻ പോകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരിച്ചു പിടിക്കാനും ഏറ്റവും മികച്ചതാക്കി മാറ്റുവാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഇവർ ഏത് കാര്യത്തിൽ കൈവച്ചാലും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ. നിങ്ങൾ വിചാരിച്ച കാര്യം വിചാരിച്ച പോലെ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിക്കും. ഉത്രംകാരുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ല ഒരു സമയം വരാനില്ല. ധനപരമായിട്ടുള്ള നേട്ടം, കാര്യവിജയം, വിദ്യാവിജയം, തൊഴിൽ അഭിവൃദ്ധി, ഇഷ്ടകാര്യ ലബ്ധി, ഇതൊക്കെ കാണുന്ന സമയമാണ്. ഏതെങ്കിലും അസുഖങ്ങളോ വയ്യായ്മകളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചികിത്സിച്ചുകൊള്ളൂ. ഇത് കറക്റ്റായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും രോഗമുക്തി, രോഗശാന്തി ഉണ്ടാകുന്നതായിരിക്കും. എല്ലാം കൊണ്ടും മംഗളമായി തീരും ഉത്രം നക്ഷത്രം എന്നുള്ളതാണ്. കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പത്തിന് ഒരു കുറവും വരില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെ പണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രാർത്ഥിക്കുക കുബേര ഭഗവാനെ. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച സുനിശ്ചിതമാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളൊക്കെ
തീരുകയാണ്. ഒരുപാട് മനപ്രയാസമുണ്ട് അശ്വതിക്കാരുടെ മനസ്സിൽ. ഈ വീഡിയോ കാണുന്ന അശ്വതിക്കാരനോ അശ്വതിക്കാരിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങി പൊട്ടുകയാണ്. പുറമേ ഒരുപാട് ചിരിച്ചു കാണിക്കുന്നതെന്നൊക്കെ ഉള്ളൂ, അശ്വതിക്കാരുടെ മനസ്സ് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്, ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളുണ്ട്. അതിനൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു അംഗീകാരങ്ങളും ഒരുപാട് പ്രശംസകളും ഒക്കെ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ആശങ്കകളൊക്കെ അസ്ഥാനത്താകും, എല്ലാം മാറിക്കിട്ടും, എല്ലാം മംഗളമായി മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് ആറ്റുനോറ്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏത് കാര്യവും ഈ ഒരു സമയത്ത് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചോളൂ, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് നടന്നു കിട്ടും, എല്ലാം നന്നായി വരും. അശ്വതിക്കാർ വിഷമിക്കരുത്. എനിക്കറിയാം ഒരുപാട് ദുഃഖമൊക്കെയുള്ള അശ്വതിക്കാരുണ്ട്. വിഷമിക്കരുത്. എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും, സംശയമില്ല, എഴുതി വെച്ചുകൊള്ളൂ. നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നല്ല കാലം പിറക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അടുത്തത് 4ാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴംകാരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ സമയം എന്ന് പറയാൻ സാധിക്കും. എന്താണ് മാറ്റങ്ങൾ? നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നല്ല മാറ്റങ്ങളുടെ സമയം. എന്താണ് നല്ല മാറ്റങ്ങൾ? ജീവിതത്തിൽ ഇന്നുവരെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ ഉയർച്ച വരാൻ പോവുകയാണ്. അനിഴംകാർക്ക് കഴിഞ്ഞ കുറച്ചു കാലം വളരെ മോശമാണ്. ആശുപത്രിവാസം, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, വഴിമുട്ടിപ്പോകുന്ന അവസ്ഥ, കരച്ചിൽ വരുന്ന അവസ്ഥ. ഒരുപക്ഷെ ഞാനിത് പറയുന്ന കേൾക്കുമ്പം തന്നെ ചില അനിഴംകാരുടെയൊക്കെ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടുന്നുണ്ടായിരിക്കും, ദുഃഖം വരുന്നുണ്ടായിരിക്കും. അനിഴംകാർ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവിൻ്റെ ദിവസങ്ങളാണ്. നല്ല ഒരു സമയമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15-ാം തീയതി കഴിയുന്നതോടുകൂടി അനിഴത്തിന് ഏറ്റവും നല്ല സമയം തെളിയും, നന്നായി വരും അനിഴം നക്ഷത്രം. അനിഴംകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് മൊത്തം ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് മഹാസൗഭാഗ്യം, മഹാഭാഗ്യം വന്നു ചേരണം എന്നുള്ളതാണ്. ലോട്ടറി എടുത്താൽ പോലും ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമായി മാറും. ഇപ്പം ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ 15-ാം തീയതി കഴിഞ്ഞ് എടുത്തോളൂ, വളരെ നല്ല സമയമാണ്. അനിഴംകാർക്ക് ഭാഗ്യം കൂടെയുള്ള സമയമാണ്. തൊട്ടതെല്ലാം പൊന്നാകും. അനിഴം നക്ഷത്രത്തിന് കാര്യവിജയമുണ്ടാകും, ആഗ്രഹിച്ച റിസൾട്ട് കിട്ടും, സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ ഉയർച്ചയും പ്രമോഷനും നിങ്ങൾക്ക് ലഭിക്കും. ഏത് കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വരും. എല്ലാം കൊണ്ടും മംഗളമാണ് അനിഴം നക്ഷത്രത്തിന്. ജീവിതത്തിലെ പല തരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്യും, നന്നായി വരുന്നതായിരിക്കും അനിഴം നക്ഷത്രം. എൻ്റെ വാക്ക് എഴുതി വെച്ചുള്ളൂ, എൻ്റെ നാവ് പൊന്നാകട്ടെ, ഇത് നടന്നു കിട്ടുന്നതായിരിക്കും. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖക്കാരെ പറ്റി എന്താ പറയേണ്ടത്? കണ്ണീരിൻ്റെ ഒരു കടലിലായിരുന്നു വിശാഖം നക്ഷത്രം ഒരുപാട് കാലമായിട്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വിശാഖം നക്ഷത്രത്തിന്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും നല്ല രീതിയിലുള്ള ഉയർച്ചയുടെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും, വിദ്യാവിജയമുണ്ടാകും, ബന്ധുജന സഹായമുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ച കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മനസ്സ് വിങ്ങിപ്പൊട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഈശ്വരൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഒരു അനുഗ്രഹവും കൂടെ നിങ്ങൾക്കുണ്ട്. ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും മാറി നിൽക്കും. നന്നായി വരും വിശാഖ നക്ഷത്രം. വിശാഖക്കാരുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു, വിശാഖക്കാരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുകയാണ്, നാവ് പൊന്നാകും, നന്നായി വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം 6 നക്ഷത്രങ്ങൾ, ഇവർക്കാണ് ഈ പറഞ്ഞ കുബേരലക്ഷ്മി യോഗം വന്ന് സിദ്ധിക്കാൻ പോകുന്നത്. നന്നായി വരട്ടെ ഇവരെല്ലാവരും. നന്ദി, നമസ്കാരം.